അധ്യായം 13. അതിന്റെ ശേഷം സംഭവിച്ചത്, ദാവീദിന്റെ മകനായ അബ്ശാലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്കു താമാർ എന്നു പേർ. ദാവീദിന്റെ മകനായ അമ്നോന് അവളിൽ പ്രേമം ജനിച്ചു. തന്റെ സഹോദരിയായ താമാർ നിമിത്തം മാൽ മുഴുത്തിട്ട് അമ്നോൻ രോഗിയായി തീർന്നു. അവൾ കന്യകയാകയാൽ അവളോട് വല്ലതും ചെയ്യുവാൻ അമ്നോന് പ്രയാസം തോന്നി. എന്നാൽ അമ്നോന് ദാവീദിന്റെ ജ്യേഷ്ഠനായ ശിമയയുടെ മകനായ യോനാദാബ് എന്നു പേരുള്ള ഒരു സ്നേഹിതനുണ്ടായിരുന്നു. യോനാദാബ് വലിയ ഉപായിയായിരുന്നു. അവൻ അവനോട്, നീ നാൾക്കുനാൾ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത് എന്ത്? രാജകുമാര, എന്നോട് പറഞ്ഞുകൂടെയോ എന്ന് ചോദിച്ചു. അമ്നോൻ അവനോട്, എന്റെ സഹോദരനായ അബ്ശാലോമിന്റെ പെങ്ങൾ താമാരിൽ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോനാദാബ് അവനോട്, നീ രോഗം നടിച്ച് കിടക്കയിൽ കിടന്നുകൊള്ളുക. നിന്നെ കാണുവാൻ നിന്റെ അപ്പൻ വരുമ്പോൾ നീ അവനോട്, എന്റെ സഹോദരിയായ താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണം. അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകെ അവൾ എന്റെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷണം ഒരുക്കേണം എന്ന് അപേക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് അവനെ കാണുവാൻ വന്നപ്പോൾ അമ്നോൻ രാജാവിനോട്, എന്റെ സഹോദരിയായ താമാർ വന്ന് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്തു ഭക്ഷിക്കേണ്ടതിന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ 1-2 വടകളെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് അരമനയിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക എന്ന് പറയിച്ചു. താമാർ തന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് എടുത്തു കുഴച്ച് അവന്റെ മുമ്പിൽ വെച്ചു തന്നെ വടകളായി ചുട്ടു. ഉരുളിയോടെ എടുത്ത് അവന്റെ മുമ്പിൽ വിളമ്പി. എന്നാൽ ഭക്ഷിപ്പാൻ അവനിഷ്ടമായില്ല. എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് അമ്നോൻ പറഞ്ഞു. എല്ലാവരും അവന്റെ അടുക്കൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ അമ്നോൻ താമാറിനോട്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിനു ഭക്ഷണം ഉൾമുറിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. താമാർ താൻ ഉണ്ടാക്കിയ വടകളെ എടുത്ത് ഉൾമുറിയിൽ സഹോദരനായ അമ്നോന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഭക്ഷിക്കേണ്ടതിന് അവൾ അവയെ അവന്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവളെ പിടിച്ച് അവളോട്, സഹോദരി, വന്ന് എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൾ അവനോട്, എന്റെ സഹോദര, അരുതേ, എന്നെ അവമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് കൊള്ളരുതാത്തതല്ലോ. ഈ വഷളത്വം ചെയ്യരുതേ. എന്റെ അവമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വയ്ക്കും? നീയും ഇസ്രായേലിൽ വഷളന്മാരുടെ കൂട്ടത്തിലായി പോകുമല്ലോ. നീ രാജാവിനോട് പറക, അവൻ എന്നെ നിനക്ക് തരാതിരിക്കയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്കു കേൾപ്പാൻ മനസ്സില്ലാതെ അവളേക്കാൾ ബലമുള്ളവനാകൊണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യന്തം വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തേക്കാൾ അവളെ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. എഴുന്നേറ്റ് പോക എന്ന് അമ്നോൻ അവളോട് പറഞ്ഞു. അവൾ അവനോട്, അങ്ങനെയരുത്. നീ എന്നോട് ചെയ്ത മറ്റേ ദോഷത്തേക്കാൾ എന്നെ പുറത്താക്കി കളയുന്ന ഈ ദോഷം ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്കു കേൾപ്പാൻ മനസ്സായില്ല. അവൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരനെ വിളിച്ചു അവനോട്, ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കി വാതിൽ അടച്ചുകളക എന്ന് പറഞ്ഞു. അവൾ നിലയങ്കി ധരിച്ചിരുന്നു. രാജകുമാരികളായ കന്യകമാർ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്ക പതിവായിരുന്നു. ബാല്യക്കാരൻ അവളെ പുറത്താക്കി വാതിൽ അടച്ചുകളഞ്ഞു. അപ്പോൾ താമാർ തലയിൽ വെണ്ണീർ വാരിയിട്ടു താൻ ധരിച്ചിരുന്ന നിലയങ്കി കീറി തലയിൽ കയ്യും വെച്ച് നിലവിളിച്ചും കൊണ്ട് നടന്നു. അവളുടെ സഹോദരനായ അബ്ശാലോം അവളോട്, നിന്റെ സഹോദരനായ അമ്നോൻ നിന്റെ അടുക്കൽ ആയിരുന്നുവോ? ആകട്ടെ സഹോദരി, മിണ്ടാതിരിക്ക, അവൻ നിന്റെ സഹോദരനല്ലോ. ഈ കാര്യം മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ താമാർ തന്റെ സഹോദരനായ അബ്ശാലോമിന്റെ വീട്ടിൽ ഏകാഗിയായി പാർത്തു. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെയും കേട്ടപ്പോൾ അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നാൽ അബ്ശാലോം അമ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. തന്റെ സഹോദരിയായ താമാറിനെ അമ്നോൻ അവമാനിച്ചതുകൊണ്ട് അബ്ശാലോം അവനെ ദ്വേഷിച്ചു. 2 സംവത്സരം കഴിഞ്ഞ ശേഷം അബ്ശാലോമിന് എഫ്രയീമിന് സമീപത്തുള്ള ബാൽഹാസോരിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടായിരുന്നു. അബ്ശാലോം രാജകുമാരന്മാരെയൊക്കെയും ക്ഷണിച്ചു. അബ്ശാലോം രാജാവിന്റെ അടുക്കലും ചെന്നു, അടിയന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ട്. രാജാവും ഭൃത്യന്മാരും അടിയനോടുകൂടെ വരണമേ എന്നപേക്ഷിച്ചു. രാജാവ് അബ്ശാലോമിനോട്, വേണ്ട മകനെ, ഞങ്ങളെല്ലാവരും വന്നാൽ നിനക്ക് ഭാരമാകും എന്ന് പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ചിട്ടും പോകുവാൻ മനസ്സാകാതെ അവൻ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ അബ്ശാലോം, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അമ്നോൻ ഞങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് അവനോട്, അവൻ പോരുന്നത് എന്തിനു എന്ന് പറഞ്ഞു. എങ്കിലും അബ്ശാലോം നിർബന്ധിച്ചപ്പോൾ അവൻ അമ്നോനെയും രാജകുമാരന്മാരെയൊക്കെയും അവനോടുകൂടെ അയച്ചു. എന്നാൽ അബ്ശാലോം തന്റെ ബാല്യക്കാരോട്, നോക്കിക്കൊള്ളുവിൻ,
അമ്നോൻ വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചിരിക്കുന്നേരം ഞാൻ നിങ്ങളോട് അമ്നോനെ അടിച്ചു കൊല്ലുവിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെ കൊല്ലുവിൻ, ഭയപ്പെടരുത്, ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചത്? നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പിൻ എന്ന് കൽപ്പിച്ചു. അബ്ശാലോം കൽപ്പിച്ചതുപോലെ അബ്ശാലോമിന്റെ ബാല്യക്കാർ അമ്നോനോട് ചെയ്തു. അപ്പോൾ രാജകുമാരന്മാരൊക്കെയും എഴുന്നേറ്റ് താന്താന്റെ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി. അവർ വഴിയിൽ ആയിരിക്കുമ്പോൾ തന്നെ അബ്ശാലോം രാജകുമാരന്മാരെയൊക്കെയും കൊന്നുകളഞ്ഞു. അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല എന്ന് ദാവീദിന് വർത്തമാനമെത്തി. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി നിലത്തു കിടന്നു. അവന്റെ സകല ഭൃത്യന്മാരും വസ്ത്രം കീറി അരികെ നിന്നു. എന്നാൽ ദാവീദിന്റെ ജ്യേഷ്ഠനായ ശിമെയുടെ മകനായ യോനേദാബ് പറഞ്ഞത്, അവർ രാജകുമാരന്മാരെ യുവാക്കളെയൊക്കെയും കൊന്നുകളഞ്ഞു എന്ന് യജമാനൻ വിചാരിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തന്റെ സഹോദരിയായ താമാറിനെ അവൻ അവമാനിച്ച നാൾ മുതൽ അബ്ശാലോമിന്റെ മുഖത്ത് ഈ നിർണയം കാണുവാൻ ഉണ്ടായിരുന്നു. ആകയാൽ രാജകുമാരന്മാരൊക്കെയും മരിച്ചുപോയി എന്നുള്ള വർത്തമാനം യജമാനനായ രാജാവ് ഗണ്യമാക്കരുതേ. അബ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി. കാവൽ നിന്നിരുന്ന ബാല്യക്കാരൻ തല ഉയർത്തി നോക്കിയപ്പോൾ വളരെ ജനം അവന്റെ പിമ്പിലുള്ള മലഞ്ചരിവ് വഴിയായി വരുന്നത് കണ്ടു. അപ്പോൾ യോനാദാബ് രാജാവിനോട്, ഇതാ രാജകുമാരന്മാർ വരുന്നു, അടിയന്റെ വാക്ക് ഒത്തുവല്ലോ എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു തീർന്നപ്പോഴേക്കും രാജകുമാരന്മാർ വന്ന് ഉറക്കെ കരഞ്ഞു. രാജാവും സകല ഭൃത്യന്മാരും വാവിട്ട് കരഞ്ഞു. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി അമ്മീഹൂദിന്റെ മകനായി ഗശൂർ രാജാവായ താൽമായിയുടെ അടുക്കൽ ചെന്നു. ദാവീദോ ഇടവിടാതെ തന്റെ മകനെക്കുറിച്ചു ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അബ്ശാലോം ഗശൂരിലേക്ക് ഓടിപ്പോയി 3 സംവത്സരം അവിടെ താമസിച്ചു. എന്നാൽ ദാവീദു രാജാവ് അബ്ശാലോമിനെ കാൺമാൻ വാഞ്ചിച്ചു. മരിച്ചുപോയ അമ്നോനെക്കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസം വന്നിരുന്നു.